Hi all, welcome to StudyWin PSC. 10th പ്രിലിമിനറി എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, കേരള സർക്കാരിൻ്റെ 2020 സ്വാതി പുരസ്കാരം നേടിയത് ആര്? ഉത്തരം ഡോക്ടർ എൽ സുബ്രഹ്മണ്യം. പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന സച്ചി 2020 ജൂൺ 18 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേരെന്താണ്? ഉത്തരം KR സച്ചിദാനന്ദൻ. കോട്ടയത്തെ KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ ചെയർമാനായി നിയമിതനായത് ആര്? ഉത്തരം ശ്രദ്ധിക്കുക, 2024 നമ്മൾ നോക്കേണ്ടത്. 2024 KR നാരായൺ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ ചെയർമാനായത് സയ്യിദ് അക്തർ മിർസയാണ്. അതുപോലെ തന്നെ ഡയറക്ടറായി നിയമിതനായത് ജിജോയ് PR. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്? ഉത്തരം അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ച്. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഉത്തരം അജൽ മിശ്ര. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, 2024 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയത് സനയ മൽഹോത്ര ഫോർ ദ ഫിലിം മിസ്സസ്. അതായത് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, നമ്മുടെ മലയാളം ചിത്രമായ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൻ്റെ ഹിന്ദി റീമേക്ക് മൂവിയാണ് മിസ്സസ് എന്ന ചിത്രം. ഈ മിസ്സസ് എന്ന ചിത്രത്തിൽ അഭിനയത്തിനാണ് സനയ മൽഹോത്രയ്ക്ക് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയത്. 2024 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിലാണ്. ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, ദേശീയ യുവജന ദിനാഘോഷത്തിൻ്റെ ഭാഗമായി 2020 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് എവിടെ? ഉത്തരം ലക്നൗ. 2020 രാജ്യാന്തര യോഗാ ദിനത്തിന് വേദിയായ സ്ഥലം? ഉത്തരം ലേ. നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ 2020 ജനുവരിയിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്നത് എവിടെ? ഉത്തരം ന്യൂഡൽഹി. ശ്രദ്ധിക്കുക, 2024 നടന്നത് പ്രഗതി മൈതാൻ ന്യൂഡൽഹിയിലാണ്. അടുത്ത ചോദ്യം, 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി? ഉത്തരം കൃതിക് പാണ്ഡെ. 2024 നേടിയത് സഞ്ജന താക്കൂർ. ഷോർട്ട് സ്റ്റോറി ടൈറ്റിൽ ഐശ്വര്യ റായ്. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ഉത്തരം ബ്രസീൽ. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്ര? ഉത്തരം 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് വരെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി? ഉത്തരം ഡെക്കാൻ പീഠഭൂമി. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം? ഉത്തരം കൊടൈക്കനാൽ. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി? ഉത്തരം നർമ്മദ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? ഉത്തരം സിന്ധു. മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് എടുത്തതാണ്? ഉത്തരം അറബി. കാൽബൈശാഖി എന്നത്? ഉത്തരം കാറ്റ്. അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? ഉത്തരം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം? ഉത്തരം കാഞ്ചൻജംഗ ദേശീയോദ്യാനം. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ? ഉത്തരം വാസ്കോഡ ഗാമ. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം? ഉത്തരം 1858. ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ഉത്തരം വാറൻ ഹേസ്റ്റിങ്സ്. ഇന്ത്യയുടെ മത സാമൂഹ്യ പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം? ഉത്തരം ബ്രഹ്മസമാജം. ഏതു വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ഉത്തരം 1815. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? ഉത്തരം ജവഹർലാൽ നെഹ്റു. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം? ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി? ഉത്തരം ഡോക്ടർ S രാധാകൃഷ്ണൻ. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി? ഉത്തരം ഡോക്ടർ സക്കീർ ഹുസൈൻ.
ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്? ഉത്തരം മൗലികാവകാശങ്ങൾ. മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി? ഉത്തരം 24-ാം ഭേദഗതി. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത്? ഉത്തരം 44-ാം ഭേദഗതി. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ്? ഉത്തരം അനുച്ഛേദം 16. അടിയന്തരാവസ്ഥക്കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? ഉത്തരം 359. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? ഉത്തരം 1993. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്? ഉത്തരം ഗവർണർ. താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഓഫിഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? ഉത്തരം കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി. അടുത്ത ചോദ്യം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? ഉത്തരം മുഖ്യമന്ത്രി. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാര്? ഉത്തരം ആലോക് റവാത്ത്. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത്? ഉത്തരം മഞ്ചേശ്വരം. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? ഉത്തരം 1.18. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം? ഉത്തരം കുണ്ടറ. മണ്ണിനെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം പെഡോളജി. ശ്രദ്ധിക്കുക, മണ്ണിനെക്കുറിച്ചുള്ള പഠനം പെഡോളജി, സ്കിന്നിനെ കുറിച്ചുള്ള പഠനം ഡെർമറ്റോളജി, മെഷർമെന്റ്സിനെ കുറിച്ചുള്ള പഠനം മെട്രോളജി. അടുത്ത ചോദ്യം. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം? ഉത്തരം സൈലന്റ് വാലി. തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ്? ഉത്തരം കൈത്തറി. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ്? ഉത്തരം നീണ്ടകര. അടുത്ത ചോദ്യം. KSEBിയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ്? ഉത്തരം ബ്രഹ്മപുരം. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏതാണ്? ഉത്തരം നിലമ്പൂർ. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? ഉത്തരം ഡിണ്ടിഗൽ, കൊല്ലം. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ആഗമാനന്ദ സ്വാമി. 1714 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം അക്കാമ ചെറിയാൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത? ഉത്തരം അക്കാമ ചെറിയാൻ. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? ഉത്തരം വെങ്ങാനൂർ. വെങ്ങാനൂർ എന്ന് പറയുന്നത് അയ്യങ്കാളിയുടെ ബർത്ത് പ്ലേസും കൂടിയാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് ഈ സ്ഥലം ഉള്ളത്. അടുത്ത ചോദ്യം. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകനാര്? ഉത്തരം വൈകുണ്ഠസ്വാമി. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ഉത്തരം തലശ്ശേരി. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം? ഉത്തരം 1797. കുരുമുളകിന്റെ വ്യാപാരത്തുക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം? ഉത്തരം അഞ്ചുതെങ്ങ് കലാപം. ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? ഉത്തരം പഴശ്ശി വിപ്ലവം. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം? ഉത്തരം 1930. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം? ഉത്തരം 32. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം? ഉത്തരം ശ്വാസകോശം. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം കരൾ. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം? ഉത്തരം മെഡുല്ല ഒബ്ലോങ്കേറ്റ. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം? ഉത്തരം സെറിബെല്ലം. പേശികളെക്കുറിച്ചുള്ള പഠനമാണ്? ഉത്തരം മയോളജി.
പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ സി. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം ബയോട്ടിൻ. സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി? ഉത്തരം അപ്പോളോ ഹോസ്പിറ്റൽ. റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിന്റെ പ്രതിപാദ്യ വിഷയം എന്താണ്? ഉത്തരം DDT. ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ആറ്റോമിക കണികകളേവ? ഉത്തരം ഇലക്ട്രോൺ. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? ഉത്തരം സിങ്ക്. ഭാവിയിലെ ഇന്ധനം? ഉത്തരം ഹൈഡ്രജൻ. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം? ഉത്തരം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ലെസൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏത്? ഉത്തരം ഓക്സിജൻ. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ്? ഉത്തരം ഊർജം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം? ഉത്തരം ചലനം. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണുള്ളത്? ഉത്തരം 7. ഒരു ന്യൂട്ടൺ = ഡാഷ് ഡൈൻ? ഉത്തരം 10⁵5. സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണ്? ഉത്തരം പ്ലൂട്ടോ. അടുത്തത് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ചോദ്യ നമ്പറും ഉത്തരത്തിൻ്റെ ശരിയായ ഓപ്ഷനും മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. 81 ഓപ്ഷൻ എ, 82 ഓപ്ഷൻ എ, 83 ഓപ്ഷൻ ബി, 84 ഓപ്ഷൻ ബി, 85 ഓപ്ഷൻ ഡി, 86 ഓപ്ഷൻ ഡി, 87 ഓപ്ഷൻ എ, 88 ഓപ്ഷൻ സി, 89 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 90 ഓപ്ഷൻ സി, 91 ഓപ്ഷൻ എ, 92 ഓപ്ഷൻ ബി, 93 ഓപ്ഷൻ ബി, 94 ഓപ്ഷൻ എ, 95 ഓപ്ഷൻ സി, 96 ഓപ്ഷൻ എ, 97 ഓപ്ഷൻ സി, 98 ഓപ്ഷൻ ബി, 99 ഓപ്ഷൻ ബി, 100 ഓപ്ഷൻ എ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.